വാ വാ. അമ്മ. ആ വാ വാ, നമുക്ക് പോയി കുളിക്കാം. കുളിച്ചിട്ട് പുതിയ ഡ്രസ് ഇടാം. എന്തിനാ പുതിയ ഡച്ചിരുന്നത്? അമ്മ എന്തിനാ പുതിയ ഡച്ചിട്ടിരിക്കുന്നത്? എവിടേക്കാ പോകുന്നത്? അതോ, ഇന്ന് നമ്മുടെ കൃഷ്ണമാമന്റെ വീട്ടിലേക്ക് പോകുക. അവിടെ 2 കുഞ്ഞു വാവകളില്ലേ, ആദിക്കുട്ടനും അബിക്കുട്ടിയും. ആദിക്കുട്ടനും അബിക്കുട്ടിയും കാണാൻ പോവാന്നോ? അതെ, ഇന്ന് നമ്മ ആദിക്കുട്ടിനെയും അബിക്കുട്ടിനെയും കാണാൻ പോകുകയാണ്. നീ വേഗം കുളിച്ച് റെഡിയായാൽ തന്നെ നമുക്ക് വേഗം പോയി കുഞ്ഞുവാവകളെ കാണാൻ പറ്റുള്ളൂ. ശരിയമ്മ, നമുക്ക് വേഗം കുളിച്ച് പുതിയ ഡച്ചൊക്കെ ഇട്ടിട്ട് പോയിട്ട് കുഞ്ഞുവാവകളെ കാണാം. എന്നിട്ട് കുഞ്ഞുവാവകളുടെ കൂടെ കളിക്കാം. ആ ശരി, വേഗം പോയി കുഞ്ഞുവാവകളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ നീ വേഗം റെഡിയാകണം. വാ, വേഗം റെഡിയാവാ. അഞ്ജു, നീ റെഡിയായോ? ആ ശിവ, ഞാനൊക്കെ റെഡിയായി. നിങ്ങളുടെ മകളാണ് ഇനി റെഡിയാവാത്തത്. എടാ അമ്മൂസേ, എന്താ ഇനിയും റെഡിയാവാത്തത്? നമുക്ക് കുഞ്ഞുമാവകളെ കാണാൻ പോണ്ടേ? അച്ഛാ, കുഞ്ഞുവാവകളെ കാണാൻ പോകണം. അമ്മ ഇപ്പഴാ പറഞ്ഞത്. അമ്മക്ക് ഇതാ വേഗം റെഡിയാവും. ആ ശരി ശരി, അമ്മൂസ് വേഗം റെഡിയാവേ, എന്നിട്ട് നമുക്ക് കുഞ്ഞുമാവകളെ കാണാൻ പോകാം. എവിടേക്കാണ് എല്ലാരും കൂടെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങാൻ നിൽക്കുന്നത്? ആ ശിവേട്ടാ, പിന്നെ അവിടെ 2 കുഞ്ഞുവാവകൾ ഉള്ളതല്ലേ, നമുക്ക് ഏട്ടന്റെ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോണ്ടേ? ആ അതെ അഞ്ജുമാ, എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോണം. എന്താ വാങ്ങിക്കുക? കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോകാവോ? അയ്യോ വേണ്ട ശിവേട്ടാ, അല്ലെങ്കിൽ 28-ന് 2 പേർക്കും നിറയെ ഡ്രസ്സ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ലാതെ കാണാൻ വരുന്നവരൊക്കെ ഡ്രസ്സല്ലേ വാങ്ങിച്ചിട്ട് വരുള്ളൂ. അതുകൊണ്ട് 2 പേർക്കും കുറെ ഡ്രസ്സ് ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. നമുക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കണ്ട. കുട്ടികൾക്ക് ആവശ്യമുള്ള പോലെ ഈ ഡയപ്പറോ അല്ലെങ്കിൽ സോപ്പോ പിന്നെ ഓയില്, പൗഡർ ഇതുപോലെ ഐറ്റങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ അത് കുറച്ച് കുട്ടികൾക്ക് ഉപയോഗപ്പെടുമല്ലോ. ആ അതെ അഞ്ജു, നീ പറയണതും ശരിയാണ്. എന്താ വെച്ചാൽ കുട്ടികളിനെ ആര് കാണാൻ പോയാലും കുട്ടികൾക്ക് ആദ്യം ഡ്രസ്സേ വാങ്ങിച്ചിട്ട് പോകുള്ളൂ. ഇതുപോലെ സാധനങ്ങളൊന്നും ആരും വാങ്ങിക്കാൻ നിൽക്കില്ല. നമുക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകാം, അപ്പൊ അവർക്ക് ഉപയോഗപ്പെടുമല്ലോ. ആ അതെ ശിവേട്ടാ, നമുക്ക് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതി. അവിടെ ഈ സോപ്പ്, ഓയില്, ലോഷന്, പിന്നെ ഡയപ്പർ എല്ലാം ഒരേ സ്ഥലത്ത് കിട്ടും. ആ ശരി, എന്നാ പിന്നെ നീ വേഗം റിയ കുട്ടിനെ റെഡിയാക്ക്. എന്നിട്ട് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് നിന്റെ ഏട്ടന്റെ വീട്ടിൽ പോകാം. ആ ശരി ശിവ, ഞാൻ ഇപ്പൊ റെഡിയാക്കാം. ഓഹോ, അവളുടെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുകയാണോ? അതുകൊണ്ടാണ് കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കുന്നത്. അവന്റെ ചേട്ടന്റെ വീട്ടിൽ പോണെന്ന് പറയുമ്പോ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന് എന്തൊക്കെയാ പറയുന്നത്. ഇതേ വീട്ടിലൊരു അമ്മായിയമ്മയുണ്ട്, അമ്മായിയമ്മയ്ക്ക് വലുത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ അവൾക്ക്? അയ്യോ എടാ അമ്മു, ഇത്രയും വലിയ ചോക്ലേറ്റ് നീ എവിടെന്നാ എടുത്തത്? അയ്യോ എടാ അമ്മൂസേ, ഇത്രയും വലിയ ചോക്ലേറ്റ് നീ എടുത്തോന്ന് അമ്മയ്ക്ക് അറിഞ്ഞോ? നിനക്ക് നന്നായി തല്ലി തരും. അതൊന്നും വേണ്ട, അതവിടെ വെക്കി. എടാ, നിനക്ക് ഞാൻ ചെറിയ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാലേ നിന്റെ അമ്മ പല്ലു മൊത്തം കേടാവും, കൊടുക്കണ്ടെന്നും പറഞ്ഞ് ചീത്ത പറയും. ഇതിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നു. നിന്റെ അമ്മ നിന്നെയല്ല പിന്നെ എന്നെ തല്ലും. വേണ്ടടാ അമ്മൂസേ, നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു തരാം. ഈ ചോക്ലേറ്റ് ഒന്നും വേണ്ട, അതിങ്ങോട്ട് താ, അച്ഛ അവിടെ വെക്കാം. അയ്യോ എടാ അമ്മു, വാശി പിടിക്കണ്ടടാ. നമുക്കിപ്പോ കുഞ്ഞുവാവകളെ കാണാൻ പോകുകയല്ലേ. കുഞ്ഞുവാവകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ വന്നിരിക്കണ്. നീ ഇങ്ങനെ ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചാലേ പിന്നെ അമ്മ നിന്നെ കുഞ്ഞുവാവനെ കാണാൻ കൊണ്ടുപോകുകയില്ല. അയ്യോ ദൈവമേ, ഈ റിയ കുട്ടി വേറെ ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കണോ? ഇപ്പൊ മാത്രം ഇത് അഞ്ജുന അറിഞ്ഞോ, പിന്നെ അവള് നന്നായി ദേഷ്യപ്പെടുവല്ലോ. അയ്യോ എന്താടാ അമ്മൂസേ. ശരി, നിനക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് ഒന്നും വേണ്ട. അച്ഛൻ ചെറിയ ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു തരാം, അതിങ്ങോട്ട് താ. അയ്യോ ദൈവമേ, പറഞ്ഞാലേ കേൾക്കുന്നില്ലല്ലോ. എങ്ങനെ കേൾക്കും? എന്റെ മകളല്ലേ. അയ്യോ, ഈ ചോക്ലേറ്റ് വാങ്ങിക്കാന്നും പറഞ്ഞാ ഇനിയിപ്പൊ അഞ്ജു എന്ത് പറയോ അറിയില്ലല്ലോ. ശിവ, ഈ ഡയപ്പർ വാങ്ങിക്കാല്ലേ? ആ എടി, എനിക്കെന്താ അറിയാ, നിനക്കല്ലേ അതിനെ കുറിച്ച് അറിയുള്ളൂ. ഏതാണോ നല്ല ഡയപ്പർ നോക്കി വാങ്ങിക്ക്.
ആ എല്ലാ ഡൈപ്പേഴ്സും കണക്കൊക്കെ തന്നെ. പിന്നെ പേമ്പേഴ്സ് കുറച്ച് വില കൂടുതലാ, എന്നാലും കുറച്ച് ക്വാളിറ്റി നന്നായിട്ടുണ്ടാവും. നമുക്ക് പേമ്പേഴ്സ് തന്നെ വാങ്ങിക്കാവാ? ആ ശരി ഐഷു, വില കൂടിയാലും കുഴപ്പമില്ല, കുട്ടികൾ ഉപയോഗിക്കണതല്ലേ, നല്ല സാധനം നോക്കി വാങ്ങിക്കണ്ടേ. നിനക്ക് ഏതാണോ ഇഷ്ടം നോക്കി വാങ്ങിക്ക്. ആ ശരി ശിവ, എന്നാ പിന്നെ ഞാൻ പേമ്പേഴ്സ് തന്നെ വാങ്ങിക്കാം. എടി ശരി, വേഗം വാങ്ങിക്ക്. കുട്ടികളുടെ സാധനം വാങ്ങിക്കാന്നും പറഞ്ഞു വന്നിട്ട് ഇവിടെ ബാസ്ക്കറ്റിൽ നീ വേറെ എന്തൊക്കെയൊക്കെയോ വലിച്ചു കൂട്ടി ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ആവശ്യമാണോ? അയ്യോ എന്താ ശിവ നിങ്ങൾ ഇങ്ങനെ പറയണത്? ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കുട്ടികളുടെ സാധനം വാങ്ങിക്കണമെന്നും പറഞ്ഞാൽ അതുമാത്രം വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുമോ? ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ കുറച്ച് തിന്നാനും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോണ്ടേ? ആകെ കുറച്ച് സ്നാക്സ് ഐറ്റങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ സ്നാക്സ് ഒക്കെ വലിയവർക്ക് ശരി, കുഞ്ഞു കുട്ടികളൊന്നും സ്നാക്സ് കഴിക്കോ? അപ്പൊ കുട്ടികൾ കഴിക്കുന്ന പോലെ അവർക്ക് കൂള് കുറുക്കാൻ വേണ്ടി ഈ കോറ, ഗോതമ്പ് ഇതുപോലെ ഐറ്റങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കണ്ടേ? അതുകൊണ്ട് അതൊക്കെ കുറച്ച് വാങ്ങിച്ചു. അയ്യോ ശരിയടി അഞ്ജു, എന്നാ പിന്നെ എല്ലാം വാങ്ങിച്ചില്ലേ, ഇനിയിപ്പോ എന്താ വാങ്ങിക്കാനുള്ളത്? അയ്യോ ശിവ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത്? ഇപ്പോഴല്ലേ സ്നാക്സ് ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ കുട്ടികളുടെ സാധനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ പാമ്പേഴ്സ് വാങ്ങിച്ചു, ഇനി കുട്ടികൾക്ക് സോപ്പ്, ഓയില്, ലോഷൻ ഇതൊക്കെ വാങ്ങിക്കണ്ടേ? അല്ല, കുട്ടികളുടെ സാധനം വാങ്ങിക്കുമ്പോ അങ്ങനെ ധൃതി പിടിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? ഓരോ സാധനങ്ങളും നല്ലതാണോ എന്താന്ന് നോക്കി മെല്ലയില് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അയ്യോ എന്റെ അഞ്ജു, ഞാൻ ഒരു ധൃതിയും പിടിക്കുന്നില്ല. നിനക്ക് എന്താണോ വാങ്ങിക്കേണ്ടത് നോക്കി സമാധാനത്തിൽ വാങ്ങിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാം, പോരെ? പക്ഷെ എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് നിന്റെ ചേട്ടന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? ശിവ, അയ്യോ ശരി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പൊ എന്താ നിനക്ക്? എല്ലാ സമാധാനത്തിൽ നോക്കി വാങ്ങിക്കണം, അത്രയല്ലേ ഉള്ളൂ. നോക്കി വാങ്ങിക്ക്, പോരെ? ഇനിയിപ്പോ വൈകുന്നേരം ആയാലും ഇനിയിപ്പോ നാളെ ആയാലും നമുക്ക് സമാധാനത്തിൽ നോക്കി വാങ്ങിച്ചിട്ട് പോയാ മതി, പോരെ? ഓ പിന്നെ അങ്ങ് ഒരുപാട് കളിയാക്കണ്ട. ഇപ്പൊ ഞാനൊരു 5 മിനിറ്റിൽ വാങ്ങിച്ചു കഴിയും. അപ്പോഴേക്കും ആ വാങ്ങിച്ചാ നല്ലത്, ഒന്ന് വേഗം വാങ്ങിക്കടി. ഓ ശരി, നിക്കേ ശിവ. ഇത് ഡയപ്പർ മാത്രമേ നോക്കി വാങ്ങിക്കാനുള്ളൂ, അതാ കുറച്ച് സമയമായത്. ഇനിയിപ്പോ സോപ്പ്, ഓയില്, ലോഷന്, പൗഡർ ഇതൊക്കെ ഹിമാലയന്റെ തന്നെ വാങ്ങിക്കണം. അത് വേഗം വാങ്ങിക്കാം. ആ ശരി, വേഗം വാങ്ങിക്ക്. റിയ, ഇതെന്താ ഇത്രയും വലിയ ചോക്ലേറ്റ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന നീ? ഇത്രയും വലിയ ചോക്ലേറ്റ് കഴിച്ചാലേ നിന്റെ പല്ല് മൊത്തം കേടായി പോവും. നീ ഒരു കുറച്ചും കഴിക്കണ്ട. ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ചോക്ലേറ്റ് ഒന്നും വേണ്ട, അതിൽ കുറെ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നമുക്ക് മാമന്റെ വീട്ടിൽ പോയി കഴിച്ചാൽ മതി. ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചു തരില്ല. ആ ചോക്ലേറ്റ് വാങ്ങിച്ച് അവിടെ വെക്ക് ശിവ. റിയ, ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഇത് കടയാണെന്ന് ഞാൻ നോക്കില്ല കേട്ടോ. ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച നല്ല 4 തല്ലി വെച്ചിരും ഞാന്. എടി അഞ്ജു, ശരി പോട്ടെ വിട്. അവള് ഒരുമിച്ച് ചോക്ലേറ്റ് കഴിക്കില്ല. അത് നമുക്ക് വാങ്ങിച്ചിട്ട് ഓരോ പീസായിട്ട് ദിവസം കുറച്ച് കൊടുക്കാം. ഓ പിന്നെ നല്ല കുറച്ച് കഴിക്കുന്ന ആള്. നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഇത് പറഞ്ഞവള് വാങ്ങിക്കും. അവസാനം വീട്ടിൽ പോയ ശേഷമില്ലേ ഈ ചോക്ലേറ്റ് മൊത്തം വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ച് ഒരു ദിവസത്തിൽ തന്നെ മൊത്തം ഇരുന്ന് കഴിക്കും അവള്. പ്രിയ, ഇപ്പൊ ആ ചോക്ലേറ്റ് നീ എവിടെ വെക്കുന്നുണ്ടോ? ഇല്ല തല്ല് വേണോ? എടി അഞ്ജു, ശരി പോട്ടെ വിട്. കടയിൽ വെച്ച് കുട്ടീനെ കരയിപ്പിക്കണ്ട. അവള് കുറച്ച് തന്നെ കഴിക്കും, ഒരുമിച്ച് കഴിക്കില്ല. ഞാനല്ലേ പറയുന്നത്. നിങ്ങളൊക്കെ പറയും ശിവ. അവസാനം ഇത് മുഴുവനും വീട്ടിൽ പോയിരുന്ന് കഴിച്ചിട്ട് അവൾക്ക് പല്ലുവേദന വന്നാ നിങ്ങൾ നോക്കുവോ? പിന്നെ ഞാൻ നോക്കാതെ വേറെ ആരും നോക്കും? അങ്ങനെ അവള് ഒരുമിച്ച് കഴിച്ച് പല്ലുവേദന വന്നാൽ അത് ഞാൻ നോക്കിക്കോളാം. നീ വെറുതെ കുട്ടീനെ എപ്പം നോക്കിയാലും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട. അത് നമ്മ പുറത്ത് വന്നിരിക്കുകയാണ്. എന്തിനാ വെറുതെ അവളെ കരയിപ്പിക്കുന്നത്? അവളെ ചോക്ലേറ്റ് എടുത്തോട്ടെ, അവളത് മുഴുവനും കഴിക്കില്ല. ഞാനല്ലേ പറയണ്, ഞാൻ കുറച്ച് കൊടുത്തോളാം. വിട് അഞ്ജു, അവളെ ചോക്ലേറ്റ് എടുത്തോട്ടെ. ഓ എനിക്കൊന്നും അറിയില്ല. അച്ഛനും മകളും കൂടെ എന്തോ ചെയ്തോളി. അവസാനം ഈ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് പോയത് അവള് മുഴുവനും കഴിച്ച് അവൾക്ക് പല്ലുവേദന വന്നോ? അപ്പൊ ഞാൻ നോക്കാൻ നിൽക്കില്ല. അച്ഛൻ തന്നെ മകളെ നോക്കിയാ മതി. ഓ ഞാൻ നോക്കിക്കോളാം അഞ്ജു. നീ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ആദ്യം വാങ്ങിക്കി. അമ്മൂസേ, നീ ആ ചോക്ലേറ്റ് എടുത്തോടാ. ആ നീ എടുത്തോടാ അമ്മൂസേ. പക്ഷെ ഒരേ ദിവസം ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടാ. അച്ഛൻ പറഞ്ഞ പോലെ ദിവസം കുറച്ചായിട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഓ നല്ല കുറച്ച് കഴിക്കുന്ന മകള്. ഇനിയിപ്പോ കാണാൻ നല്ല പോകുന്നത്. പല്ലുവേദന മാത്രം വരട്ടെ, എന്നിട്ട് അച്ഛനും മകൾക്കും ഉണ്ട്.